മോയ്സ്ചറൈസറാണ്, നല്ല ഡാൻഡ്രഫ് ഒക്കെ ഉറപ്പായിട്ട് മാറും. %100% സക്സസ് ആവുന്ന ഒരു കാര്യമാണ്. ഇത് ഉറപ്പായിട്ട് പരീക്ഷിച്ചേ പറ്റത്തുള്ളൂ. ഹെയർ വളരണം എന്ന ആഗ്രഹമുള്ള എല്ലാവരും ഇത് പരീക്ഷിക്കണം. ഹലോ ഗായ്സ്, അപ്പൊ കുറെ നാൾക്ക് ശേഷമാണ് ഞാനൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ട് വരുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ബട്ട് പവർഫുൾ ആയിട്ടുള്ള ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ പറയുന്ന അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ചെയ്യാൻ പോകുന്ന ഈ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. അതായത് ഹെയർ ഷൈനിങ് വേണ്ടവർക്ക് ഹെയർ ഷൈനിങ് കിട്ടും, ഡാൻഡ്രഫ് മാറേണ്ടവർക്ക് ഡാൻഡ്രഫ് മാറും, ഹെയർ ഗ്രോത്ത് വേണ്ടവർക്ക് ഹെയർ ഗ്രോത്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും കുറെ ഐറ്റംസ് ഒക്കെ ചേർന്നായിരിക്കും. അല്ല, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു ഐറ്റം, നമ്മുടെ വീട്ടിലുള്ള, നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള പച്ചക്കറിയുടെ കൂട്ടത്തിലുള്ള ഐറ്റമാണ് വെണ്ടയ്ക്ക എന്ന് പറയുന്നത്. ആ വെണ്ടയ്ക്ക വെച്ചാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ ഹെയർ കിളിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ ഹെയർ ഡാൻഡ്രഫ് മാറ്റി പുറത്തേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. കാരണം വെച്ചാൽ ഇത് ഉറപ്പായിട്ട് പരീക്ഷിച്ചേ പറ്റത്തുള്ളൂ. ഹെയർ വളരണം എന്ന ആഗ്രഹമുള്ള എല്ലാവരും ഇത് പരീക്ഷിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 100% സക്സസ് ആവുന്ന ഒരു കാര്യമാണ്. ഇത് ഞങ്ങളെല്ലാം കുറേ നാളുകൊണ്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു ഐറ്റമാണ്. ഞാനിപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഹെയർ ഷൈനിങ് കൂടുതൽ നാച്ചുറലി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. ഒരുപാട് ഡാൻഡ്രഫ് വരുമ്പോഴത്തേക്കും നമുക്കൊരു മോയ്സ്ചറൈസർ പോലെ ആക്ട് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഞാൻ തൈര് യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ തൈര് പോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇടയ്ക്ക് കൊണ്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ടിപ്പ്. അപ്പം ആ ടിപ്പ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഭയങ്കര സിമ്പിളാണ്. രണ്ട് ഐറ്റംസ് മാത്രം മതി. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ വെണ്ടയ്ക്ക ഒരു 5-6 മാത്രം എടുത്താൽ മതി. ആ വെണ്ടയ്ക്ക എടുക്കുക, കുറച്ച് പീസായിട്ട് കട്ട് ചെയ്യുക, അതിൻ്റെ ജെല്ലെടുക്കുക, അതിൽ വൈറ്റമിൻ ഇ ഇടുക, അതേ ഇവിയോണ്ട് ടാബ്ലറ്റ്സ് എടുക്കുക. അത് ഭയങ്കര ബെനിഫിറ്റ്സ് ആണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. കാരണം വെച്ചാൽ നമുക്ക് ഈ വെണ്ടയ്ക്ക എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് വിറ്റാമിൻ എയും സിയും കെയും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്, മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ആയിട്ട് അത് യൂസ് ചെയ്യാം. സൈഡ് എഫക്ട്സിൻ്റെ കാര്യം ചിന്തിക്കുക പോലും ചെയ്യേണ്ട, കാരണം അത്രയ്ക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ഈ വെണ്ടയ്ക്കയുടെ ജെല്ല് അല്ലെങ്കിൽ വെണ്ടയ്ക്ക എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഉള്ള മിനറൽസ് നമ്മളെ ഹെയർ ഫോളിക്കിൾസിൽ പോയിട്ട് ആക്ട് ചെയ്ത് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കും, സ്പ്ലിറ്റ്സ് എൻഡ് കുറയ്ക്കും, അതേപോലെ തന്നെ നല്ല ഷൈനിങ് ആയിട്ട് കിടക്കുകയും ചെയ്തു. കാരണം അതിൻ്റെ അകത്ത് മോയ്സ്ചറൈസിങ് എഫക്റ്റ് ഉണ്ടല്ലോ വെണ്ടയ്ക്കകത്ത്. അതാണ് നമ്മളെ മുടിക്ക്, സ്കാൽപ്പിനും ഹെയറിലും എല്ലാം നല്ല ഷൈനിങ് എഫക്റ്റ് തരുന്നത്. അപ്പം ഇത് നിങ്ങൾ എന്തായാലും പരീക്ഷിച്ച് നോക്കണം. എന്തുകൊണ്ടാണ് ഞാൻ 2 ഇൻഗ്രീഡിയൻസ് എടുത്തത് നിങ്ങൾ ചിന്തിക്കുന്നതാണ്. കാരണം കുറേ യൂട്യൂബേഴ്സ് പറയുന്ന പോലെ കുറേ സാധനങ്ങളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ 2 ഇൻഗ്രീഡിയൻസിനകത്ത് തന്നെ നമുക്ക് വേണ്ട സാധനം ഉണ്ട്. നമുക്ക് എന്താ വേണ്ടത്? ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുക, ഷൈൻ ഉണ്ടാവുക, ഡാൻഡ്രഫ് മാറുക, ഇതെല്ലാം ഹെൽപ്പ് ചെയ്യും. ഈ വെണ്ടയ്ക്ക എന്ന് പറയുന്ന ഒരു നല്ലൊരു എയും സിയും കെയും വിറ്റാമിൻസ് അടങ്ങിയ ഒരു നല്ലൊരു എന്താ പറയുക ഹെയർ ബൂസ്റ്റർ ഗ്യാരണ്ടി തരാം. അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡാണിത്. ഞാൻ വെറുതെ ഒന്നും ഇതുവരെ എൻ്റെ ഒരു ചാനലിൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് യൂസ് ചെയ്ത് എനിക്ക് എഫക്റ്റ് ആയി എന്ന് തോന്നുന്ന മാത്രമേ ഞാൻ ഈ ചാനലിലൂടെ കൊണ്ടുവന്നിട്ടുള്ളൂ. അതായത് എനിക്കറിയാം എത്രത്തോളം മുടിയില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേര്, അതേപോലെ എനിക്ക് മുടി കൊഴിയുന്നുണ്ടായിരുന്നു. ആ കൊഴിഞ്ഞെടുത്തെന്നാണ് ഞാൻ വളർത്തിയെടുത്തത്. അതേപോലെ തന്നെ വളർത്തിയെടുക്കാനായിട്ട് പ്രയാസപ്പെടുന്നവരുടെ എല്ലാം എനിക്കറിയാം ബുദ്ധിമുട്ട്. അത് മനസ്സിലാക്കിയാണ് ഞാൻ വെറുതെ പറ്റിക്കാൻ വേണ്ടിയിട്ടോ എനിക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എനിക്കറിയാവുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് കൂടി പാസ് ചെയ്യുകയാണ്. അപ്പം ഞാൻ കൂടുതൽ സംസാരിച്ച് വീഡിയോ ലാഗ് ആക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്കൊരു ജെല്ല് പോലത്തെ ഒരു കൺസിസ്റ്റൻസി കിട്ടും. അതുവരെ ഒരു കൊഴുപ്പടങ്ങിയ ഒരു ഇതുണ്ടല്ലോ, അതുവരെ വെയിറ്റ് ചെയ്യുക. ആ ഒരു കൊഴുപ്പിൻ്റെ ഒരു ജെല്ല് പോലത്തെ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പം അടുപ്പ് ഓഫ് ചെയ്തിട്ട് ചൂടറിയതിന് ശേഷം ഇത് നല്ല രീതിയിൽ തന്നെ വാർന്നെടുക്കുക. നമ്മളിത് വാർന്നെടുക്കുന്ന സമയത്ത് അത്യാവശ്യം വെള്ളം പോലൊക്കെ ഇരിക്കുന്ന പോലെ തോന്നും. പക്ഷേ അതോർത്ത് പേടിക്കേണ്ട, കുറച്ച് കഴിയുന്നത് അതായത് ഈ ചൂടൊക്കെ മാറി ഒന്ന് സെറ്റ് ആവും തോറും ഇതൊന്ന് ജെല്ലായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ എനിക്ക് ജെല്ലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് ഇത് നല്ല ജെല്ലായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളും കൂടി പൊട്ടിച്ചൊഴിക്കുക. ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന 2 ക്യാപ്സ്യൂളാണ്. നിങ്ങൾക്ക് മുടിയുടെ ലെങ്ത് അനുസരിച്ച് എത്ര ക്യാപ്സ്യൂൾ വേണമെങ്കിലും എടുക്കാം. മാക്സിമം 3 എണ്ണത്തിനകത്ത് എടുക്കാവൂ. ഒരെണ്ണം കുറച്ച് മുടിയുള്ളവർ ഒരെണ്ണം എടുത്തിരുന്നാൽ മതി. ഞാനിപ്പോൾ 2 എണ്ണം എടുത്തിട്ടുണ്ട്. അത് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ ഏത് എണ്ണയാണോ നിങ്ങൾ തലയിൽ പുരട്ടുന്നത് അത് എടുക്കുക. ഞാനിപ്പോൾ സാധാരണ നമ്മളെ വെജിറ്റബിൾ ഓയിലാണ് എടുത്തേക്കുന്നത്. ഇപ്പം നിങ്ങൾ കാച്ചിയ എണ്ണയോ അതേപോലെ തന്നെ നിങ്ങൾ എന്താണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ അവിടെ എടുക്കുക. ഒലീവ് ഓയിൽ എടുത്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും.
അപ്പോൾ ഗൈസ് നമ്മുടെ സാധനം റെഡി ആയിട്ട് കൈ കിട്ടിയിട്ടുണ്ട്. നിങ്ങളിത് കണ്ടല്ലോ വീഡിയോയ്ക്ക്, അത് എന്ത് സിമ്പിളാണെന്ന് അറിയോ ഇത് ഉണ്ടാക്കാനായിട്ട്. കുറച്ച് നേരം ഒന്ന് നിങ്ങളുടെ ഒന്ന് മാറ്റി വെച്ചാൽ മാത്രം മതി. 2 ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് നമ്മുടെ ഹെയർ സെറ്റ് ചെയ്തെടുക്കാം. ആഴ്ച 2 തവണയൊക്കെ യൂസ് ചെയ്താൽ മതി. അത്യാവശ്യം നല്ല ഷൈനിങ് ആയിട്ടുള്ള, ഡാൻഡ്രഫ് ഫ്രീ ആയിട്ടുള്ള, അതേപോലെ തന്നെ നല്ല ഗ്രോത്ത് ഒക്കെ ഉണ്ടാകുന്ന ഒരു ഹെയർ നിങ്ങൾക്കും കിട്ടും. ഭയങ്കര സിമ്പിളാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് തന്നെ നമുക്കൊരു മോയ്സ്ചറൈസർ പോലെ, അല്ലെങ്കിൽ നാച്ചുറലായിട്ടൊരു ഷൈനിങ് എഫക്റ്റ് കിട്ടുന്ന പോലൊക്കെ നമുക്കിത് കിടക്കാനായിട്ട് യൂസ് ചെയ്യാം. അപ്പം നമുക്കിത് തലയിൽ തേച്ച് കാണിച്ചാൽ കൂടുതൽ സ്കാൽപ്പിൽ ഒക്കെ എടുക്കുക. കാരണം സ്കാൽപ്പ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഹെയർ ഗ്രോത്തിന് അത് സഹായിക്കും. അപ്പം അതേപോലെ തന്നെ താഴോട്ടുള്ള ഹെയറിലേക്ക് അതെടുത്ത് കഴിഞ്ഞാൽ ഹെയർ ഷൈൻ ചെയ്യാനായിട്ടും സഹായിക്കും. അപ്പോൾ 2 ബെനിഫിറ്റാണുള്ളത്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ നിങ്ങൾ ഹെയറിൻ്റെ സ്കാൽപ്പിലും അതേപോലെ തന്നെ ഹെയറിലും ആയിട്ടൊക്കെ ഇത് തേച്ച് പിടിപ്പിക്കുക. ഓക്കെ, അവിടെ നോക്കി നല്ല കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. കണ്ടോ? ഇപ്പം എൻ്റെ തലയിൽ നല്ല രീതിയിലുള്ള ഡാൻഡ്രഫും ഉണ്ട്. ഡാൻഡ്രഫ് നമുക്കിത് തേച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മാറും. മോയ്സ്ചറൈസറാണ്, നല്ല ഡാൻഡ്രഫൊക്കെ ഉറപ്പായിട്ട് മാറും എന്ന് പറഞ്ഞാൽ 100% നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാം. ഒരു 30 to 35 മിനിറ്റ്സ് അല്ലെങ്കിൽ 35 to 40 മിനിറ്റ്സ് നിങ്ങൾക്ക് ഇത് തലയിൽ വെക്കാം. അതിനുശേഷം ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയുക. ഏത് ഷാമ്പു ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതാണോ അത് വെച്ച് യൂസ് ചെയ്ത് കളയാം. നല്ലതായിട്ടുള്ള ഹെയർ ഷൈനിങ്. ഇപ്പോൾ ഞാനിപ്പോൾ തലയിൽ വെച്ച് വെയിറ്റ് ചെയ്ത് ഒരു 45 മിനിറ്റ്സിന് ശേഷം ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഹെയറിൻ്റെ വ്യത്യാസം കാണിച്ചു തരാം. ഇപ്പം എൻ്റെ ഹെയർ കണ്ട് നല്ല അത്യാവശ്യം ഫ്രിസി ആയിട്ട് തന്നെ ഇരിക്കുക. കണ്ടോ? അത്യാവശ്യം നല്ല ഫ്രിസിനെസ് ഉണ്ട് ഹെയറിൽ. ഇത് ഞാൻ തേച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുളിച്ചിട്ട് വന്നിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് ആ മാറ്റം ലൈവായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. എൻ്റെ മുടിയുടെ തിളക്കം നിങ്ങൾ കണ്ടില്ലേ? ഞാൻ ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും പറയേണ്ടതായിട്ടുണ്ടോ? ഞാനൊന്ന് കുളിച്ച് അടിപൊളിയായിട്ട് വന്നതാ. എൻ്റെ പൊന്നി, എൻ്റെ മുടി ഇപ്പോഴും തികച്ച് ഉണങ്ങിയിട്ടില്ല. എങ്കിൽ പോലും ആ ഷൈനസ് നിങ്ങൾ കാണുന്നില്ല. എൻ്റെ ഈ മുടി ഇത്രത്തോളം ഷൈൻ ചെയ്ത് കാണുന്നുണ്ടോ നിങ്ങൾ? ഞാൻ ഒന്ന് ജസ്റ്റ് കുളിച്ചിട്ട് വന്നേ ഉള്ളൂ. മുടി മൊത്തത്തിൽ ഉണങ്ങിയിട്ടില്ല. ഫുള്ളും കൂടി മൊത്തം ഉണങ്ങി കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടായിരിക്കും, അതായത് കുറച്ചും കൂടി ഷൈനിങ് ആയിട്ട് കിട്ടുന്നത്. പക്ഷേ ഇപ്പം നോക്ക്, കുറച്ച് ഉണങ്ങിയപ്പോൾ തന്നെ അത്രയും ബെറ്റർ ഉണ്ട്. ഞാനൊന്ന് ചീകി കാണിച്ചു തരാം. കണ്ടോ? ആ ഒരു സോഫ്റ്റ്നെസ്, ഷൈനസ് ഒക്കെ നിങ്ങൾ കണ്ടോ? നിങ്ങൾ കണ്ടില്ലേ ആ ഷൈനസ്? കണ്ടോ? പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാം. അതേപോലെ നല്ല രീതിയിൽ ഡാൻഡ്രഫ് ഒക്കെ പോയിട്ടുണ്ട്. കണ്ടോ? ഒരു കുറച്ച് പോലും ഡാൻഡ്രഫ് ഇല്ല. ഞാൻ പോകുന്നതിന് മുമ്പ് അത്യാവശ്യം നല്ല ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതാ ലൈവ് സഹിതമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഒരു കുറച്ച് പോലും ഡാൻഡ്രഫ് എൻ്റെ തലയിൽ നിൽക്കുന്നില്ല എന്നതാണ്. കണ്ടോ? അപ്പം ഇത് 100% സേഫാണ്, 100% എഫക്റ്റീവാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കണം. ലൈവ് റിസൾട്ടാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പം അടിപൊളി അടുത്ത ഒരു ഹാക്ക് ആൻഡ് ടിപ്പ് ആൻഡ് ട്രിക്കായിട്ട് ഞാൻ വരാം. സോ ഇനി പുതിയൊരു ടിപ്പുമായിട്ട് വരുന്നവരേക്കും